ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനീസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉണക്കച്ചെമ്മീനും തേങ്ങാക്കൊത്തും വെച്ച് ഒരു അടിപൊളി റോസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോയാലോ. ചെമ്മീൻ തേങ്ങാക്കൊത്ത് റോസ്റ്റ് തയ്യാറാക്കാൻ ചെമ്മീനും തേങ്ങാക്കൊത്തും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി ചെമ്മീൻ വറുത്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓണാക്കി ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. തീ കൂട്ടി വെച്ച ചെമ്മീൻ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കൂട്ടി വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ വരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്കിതിൻ്റെ തലയുടെയും വാലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിത് ഈ തലയും വാലും ഇതുപോലെ കിള്ളിക്കളയണം. നമുക്ക് ഈ ചെമ്മീൻ്റെ മൊത്തം തലയും വാലും കിള്ളിയെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ചെമ്മീൻ്റെ തലയും വാലും കിള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനും തേങ്ങാക്കൊത്തും ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ചെമ്മീനും തേങ്ങാക്കൊത്തും വേവിച്ചെടുക്കാൻ ഒരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കണം. ഈ വെള്ളം മുഴുവൻ വറ്റി വരണം. ഇപ്പം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 3 കഷ്ണം കൊടംപുളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അത് സാരമില്ല, നമുക്ക് തുറന്ന് തന്നെ വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീനിലെയും തേങ്ങാക്കൊത്തിലെയും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു മീഡിയം സബോള നീളത്തിലരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കരിയാപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇത് സബോളയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ചെമ്മീനും തേങ്ങാക്കൊത്തും വേവിച്ചപ്പോഴേക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിലേക്ക് മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണിത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ നമുക്ക് ഇളക്കി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ തേങ്ങാക്കൊത്ത് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ തേങ്ങാക്കൊത്ത് റോസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.